ആർട്ടിസ്റ്റിൽ നിന്ന് അനിഷയാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ സ്റ്റാമ്പിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ 1-2 പേര് ചോദിച്ചതാണ് ഈ സ്റ്റാമ്പ് മേടിക്കുമ്പോൾ ആരാണ് ഫസ്റ്റ് പാർട്ടി ആരാണ് സെക്കൻഡ് പാർട്ടി എന്ന്. അപ്പോൾ നമ്മളൊരു റെൻ്റൽ എഗ്രിമെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് പാർട്ടി ഓണറും സെക്കൻഡ് പാർട്ടി ടെനൻറ്റുമാണ്. അതുപോലെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് പാർട്ടി സെല്ലറും സെക്കൻഡ് പാർട്ടി ബയ്യറുമാണ്. അതുപോലെ നമ്മൾ മുൻപൊക്കെ ഈ സ്റ്റാമ്പ് നിലവിൽ വരുന്നതിന് മുമ്പ് സ്റ്റാമ്പ് പേപ്പർ മുൻകൂട്ടി വാങ്ങിച്ചു വെക്കാൻ പറ്റുമായിരുന്നു. കാരണം സെക്കൻഡ് പാർട്ടിയുടെ പേരിൽ മാത്രമാണ് അത് കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ 2 പേരുടെയും പേരും അഡ്രസ്സും കൃത്യമായി അതിൽ രേഖപ്പെടുത്തേണ്ടതുള്ളതുകൊണ്ട് അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അഡ്വാൻസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം പോയി വാങ്ങുന്നതായിരിക്കും ഉചിതം. അതുപോലെ ഈ സ്റ്റാമ്പ് പേപ്പറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുമോ എന്ന് ചിലർ ചോദിച്ചിരുന്നു. അതായത് ഇപ്പം നമ്മൾ വൺസ് ഇത് ടൈപ്പ് ചെയ്ത് അത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് സേവ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ യാതൊരു ചേഞ്ചസോ കറക്ഷനോ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് വെൻഡേഴ്സിന് നമ്മൾ ഈ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് മുമ്പ് അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് സ്പെല്ലിങ്ങും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം വെൻഡേഴ്സിന് ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആയിരിക്കും അവർ ടൈപ്പ് ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു റിയാൽറ്റർ ഉണ്ടെങ്കിൽ അവർ ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. അപ്പം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.